ഗസയിൽ ഇസ്രയേൽ കൊന്നൊടുക്കിയത് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലുള്ളതിനേക്കാൾ എത്രയോ അധികം മനുഷ്യരെയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ലാൻസെറ്റ് മീഡിയ ജേണലിന്റെ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഗസയിലെ മരണസംഖ്യ ഔദ്യോഗിക കണക്കിനേക്കാൾ 40% അധികമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച 9 മാസത്തിനുള്ളിൽ നടന്ന മരണങ്ങൾ ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളേക്കാൾ 40% അധികം ആണ് എന്നാണ് ലാൻസെറ്റ് ഈ പഠനത്തിലൂടെ പറയുന്നത്. മരിച്ചവരിൽ 59.1% പേരും സ്ത്രീകളും കുട്ടികളും 61 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുമാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻസ്, യാല യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് പഠനം നടത്തിയത്. ഇസ്രായേലിന്റെ വ്യോമ കരയാക്രമണത്തിൽ 2023 ഒക്ടോബർ മുതൽ 2024 ജൂൺ വരെയുള്ള കാലയളവാണ് ഗവേഷകർ പഠന വിധേയമാക്കിയത്. ഇക്കാലയളവിൽ ഏകദേശം 65,000 പേരെങ്കിലും മരിച്ചിരിക്കാം എന്നാണ് ഗവേഷകർ പറയുന്നത്. 2024 ജൂൺ 30 വരെ ഗാസയിൽ ആഘാതകരമായ പരിക്കുകൾ മൂലം 55,298 78,525 ഇടയിലുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ വരെ ഗസയിൽ 37,877 പേർ മരിച്ചു എന്നാണ് ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ. നിലവിൽ 46,000 പേർ ഗസയിൽ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക്. ആശുപത്രി ഉൾപ്പെടെ സംവിധാനങ്ങളെല്ലാം തകർത്തത് ഗസയിലെ മരണം രേഖപ്പെടുത്തുന്നതിന് വിഘാതമാകുന്നുണ്ട്. ഗസയിലെ മരണസംഖ്യ സ്വതന്ത്രമായി വിലയിരുത്താൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് സംവിധാനമില്ലാത്തതും പ്രതിസന്ധിയാകുന്നുണ്ട്. മേഖലയിലേക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഇസ്രയേൽ അനുവദിക്കുന്നില്ല. ഇത്രയേറെ ഭീകരമാണ് ഗസയിലെ സ്ഥിതി എന്നത് പുറത്തു വന്നിട്ടും ജനങ്ങളെ തങ്ങൾ ലക്ഷ്യമിടുന്നില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ മരണം ഒഴിവാക്കാൻ വലിയ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. ലോകത്തെ ഒരു സൈന്യവും സിവിലിയന്മാരുടെ മരണം ഒഴിവാക്കാൻ ഇത്രത്തോളം മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടാവില്ല. ആക്രമണത്തിന് മുൻപ് സിവിലിയന്മാർക്ക് ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകുക തുടങ്ങിയവ കൃത്യമായി നടത്തുന്നുണ്ട് എന്നും തങ്ങളുടെ ക്രൂരതയെ ന്യായീകരിച്ചുകൊണ്ട് ഇസ്രായേൽ പറയുന്ന പൊള്ളവാദങ്ങളാണ്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞ മരണസംഖ്യകൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ലോകം ഇപ്പോൾ വിലയിരുത്തുന്നത്. കാരണം ആ രീതിയിലാണ് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകളും അവ മറച്ചുവെക്കുവാനുള്ള പദ്ധതികളും നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. waytonikah.com, the exclusive Muslim matrimonial site.